സന്താന ഭാഗ്യത്തിനായി മണ്ണാറശാലയിൽ ഉരുളി കമിഴ്ത്താറുണ്ട്. സന്തതി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുമായി ചെന്ന് അത് മലർത്തി വെക്കും. ചില ക്ഷേത്രങ്ങളിൽ സന്താന ഭാഗ്യത്തിന് തൊട്ടിൽ നേർച്ചയായി സമർപ്പിക്കാറുണ്ട്. ഇത്തരം നേർച്ചകൾ ഫലം നൽകിയിട്ടുണ്ടെന്ന് നിരവധി അനുഭവസ്ഥർ അഭിപ്രായപ്പെടുന്നു. ക്ഷേത്രാനുഷ്ഠാനങ്ങൾ പലതും ഇത്തരം നിഗൂഢതകൾ നിറഞ്ഞതാണ്. ഇനി ദീപാരാധന കാഴ്ചയിലേക്ക്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട, ചെമ്പൂർ, വെള്ളറട റോഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒറ്റശേഖരമംഗലം എന്ന പ്രശാന്ത സുന്ദരമായ ഗ്രാമപ്രദേശം. ഇവിടെയാണ് പുരാതനവും പ്രസിദ്ധവുമായ ഒറ്റശേഖരമംഗലം മഹാദേവ ക്ഷേത്രം. ക്ഷേത്ര ഉൽപ്പത്തിയെ സംബന്ധിച്ച് ചില ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. പണ്ട് ഖരൻ എന്ന മഹർഷി ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന വേളയിൽ ഒരു ദിനം ഖണ്ഡകി നദിയിൽ മുങ്ങിയപ്പോൾ 4 ശിവലിംഗങ്ങൾ ലഭിച്ചു. അതിൽ 3 ഒരേ സമയം വൈക്കം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി എന്നിവിടങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും 4ാമത്തെ ശിവലിംഗം നെയ്യാറിന്റെ സമീപമുള്ള ഐശ്വര്യപൂർണമായ ഒരു പ്രദേശത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഒറ്റശേഖരമംഗലത്ത് ശിവപ്രതിഷ്ഠ നടന്നതെന്നാണ് വിശ്വാസം. തിരുജടയിൽ ഗംഗയും തിരുമിഴിയിൽ അഗ്നിയും. മുഹൂർത്തം തെറ്റാതിരിക്കാൻ ഒറ്റച്ചാട്ടത്തിനെത്തി പ്രതിഷ്ഠിച്ചതിനാലാണ് ഒറ്റശേഖരമംഗലം എന്ന പേര് വന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ഖരൻ ഒറ്റക്കൈയാൽ പ്രതിഷ്ഠിച്ചതിനാലാണ് ഈ പേര് വന്നതെന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഖരമഹർഷിയിൽ ഹിമാലയത്തിൽ നിന്നും മുങ്ങിയെടുത്ത 4ാമതൊരു ശിവലിംഗം ഉണ്ടായിരുന്നെന്നും 3 ശിവലിംഗങ്ങളെ, അതായത് വൈക്കം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി പോയിട്ടുള്ളവർക്കറിയാം, കടുത്തുരുത്തി അമ്പലത്തിന് 13.5 കിലോമീറ്റർ വലതും ഇടതുമായിട്ടാണ് വൈക്കവും ഏറ്റുമാനൂരും ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒറ്റച്ചാട്ടത്തിന് ബാക്കി 4ാമതുണ്ടായിരുന്ന ഒരു ശിവലിംഗത്തെ ഈ പ്രദേശത്ത് നെയ്യാറിൻ്റെ തീരത്ത് തന്നെ പ്രതിഷ്ഠിക്കുകയും അങ്ങനെ ഒറ്റച്ചാട്ടത്തിന് ഇവിടെ വന്ന് ഒറ്റപ്പെട്ടുപോയ ഒരു ശിവൻ എന്ന സങ്കല്പത്താൽ ഒറ്റശേഖരൻ എന്നുള്ള പേരിൽ ഒറ്റശേഖര മംഗലം എന്നുള്ള പേരും ഭാവിയിൽ സിദ്ധിച്ചു. തിരുമേയിൽ ഭസ്മവും വ്യോമകേശവും അണിനാഗഭൂഷണങ്ങൾ. കേരളത്തിലെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും ഈ മഹാക്ഷേത്രത്തെ വ്യതിരിക്തമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. 3 ശ്രീകോവിലും 3 കൊടിമരങ്ങളും ഈ ക്ഷേത്രത്തിനുണ്ട്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ മഹാദേവൻ 2 ശിവപ്രതിഷ്ഠയും ഒരു വിഷ്ണു നാരായണ പ്രതിഷ്ഠയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 3 ശ്രീകോവിലിനും തുല്യ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് 3 കൊടിയേറ്റ് കാണാനുള്ള ഭാഗ്യം ഭക്തർക്ക് ലഭ്യമാകുന്നൊരു ക്ഷേത്രം കൂടിയാണ്. വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ കർപ്പൂരകാന്തിധവളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. അതുപോലെ തന്നെ ഉത്സവബലി നടക്കുന്നതും ഉത്സവ കാലയളവിൽ 3 ദിവസം ഉത്സവബലി ഉണ്ടാവും. ആ ഉത്സവബലി 3 ക്ഷേത്രങ്ങളിലും ഒരുമിച്ചാണ് നടക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. ഗജരാജ വിമർദ്ദനായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഖരനാൽ പ്രതിഷ്ഠിതമായതും ഏറെ പഴക്കമുള്ളതുമായ ക്ഷേത്രം. എന്നാൽ അഘോര രൂപത്തിലുള്ള ആ പ്രതിഷ്ഠ അതീവ ശക്തിയുള്ളതും മനുഷ്യർക്ക് പൂജ ചെയ്യാൻ കഴിയാത്തതും ആയിരുന്നതിനാൽ ആ വിഗ്രഹത്തിന്റെ ശക്തി ആവാഹിച്ച് വടക്കുമാറി മറ്റൊരു ശിവക്ഷേത്രം കൂടി നിർമ്മിച്ചു. അതോടൊപ്പം അഘോരമൂർത്തിയുടെ മറുവശത്തായി വിഷ്ണു നാരായണനും ഒരമ്പലം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി.
മഹാദേവൻ ഏറ്റുമാനൂരപ്പനോടൊപ്പം സാമ്യമുള്ള അഘോരമൂർത്തി ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ ചാരത്ത് തന്നെ, അദ്ദേഹത്തിന് സമീപത്തായിട്ട് തന്നെ ഗണപതിയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നടുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വടക്കേടത്തപ്പൻ, ശരിക്ക് വൈക്കത്തപ്പനെ പോലെ തന്നെ അഭീഷ്ടവരദായകനായിട്ടുള്ള ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും. ഉഗ്രായ ദുർഗഭവസാഗര താരണായ ജ്യോതിർമയായ ഗുണനാമ സുനൃത്യകായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. വിഷ്ണുമോഹിനി രൂപത്തിൽ കൂടിയിരിക്കുന്ന അമ്പലമാണ് ഇത്. കൊടിയേറ്റ്, ശീവേലി, എഴുന്നള്ളത്ത് മുതലായ ചടങ്ങുകൾ 3 ക്ഷേത്രങ്ങളിലും ഒരേ സമയം നടത്തപ്പെടുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത്തരത്തിലുള്ള നിരവധി പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തെ തികച്ചും വ്യത്യസ്തമാക്കുന്നു. സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം ബലിക്കല്ലിൽ സപ്തമാതൃക്കളെ സങ്കല്പിച്ച് പ്രതിഷ്ഠിക്കുകയാണ് പതിവ്. എന്നാൽ ഒറ്റശേഖരമംഗലത്ത് സപ്തമാതൃക്കളെ വിഗ്രഹരൂപത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ തന്നെ തെക്കേ നടയിലും വടക്കേ നടയിലും കാണാം. നാലമ്പലത്തിൽ കടന്നു ചെന്നാൽ നാവിൽ ഓങ്കാരമന്ത്രങ്ങൾ ഓടിയെത്തും. നാലമ്പലത്തിൽ കടന്നു ചെന്നാൽ നാവിൽ ഓങ്കാരമന്ത്രങ്ങൾ ഓടിയെത്തും. മറ്റൊരു അതിശയം ക്ഷേത്രത്തിൽ വളരുന്ന ചന്ദനമരമാണ്. വളരെ കാലങ്ങളായി ക്ഷേത്രാങ്കണത്തിൽ നിൽക്കുന്ന ചന്ദനമരത്തിന്റെ ശാഖകൾ ഒരിക്കലും ക്ഷേത്രത്തിന് മുകളിലേക്ക് വളരുന്നില്ല എന്നത് മറ്റൊരു അതിശയമാണ്. ശിവശങ്കരനാമം തിരുവിതാംകൂറിലെ മറ്റു ക്ഷേത്രങ്ങളിൽ സാധാരണമല്ലാത്ത അടിമകിടത്തൽ ചടങ്ങ് ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. എന്തെങ്കിലും വ്യാധികൾ ബാധിച്ച കുട്ടികളെ ഒറ്റശേഖരമംഗലത്ത് അടിമ കിടത്തിയാൽ അവർ അതിൽ നിന്ന് മുക്തമാകുമെന്നാണ് വിശ്വാസം. കോടി മഹാജനം എത്തുന്നു ഈ ദിനം, കൈലാസം പോലും ഇവിടമല്ലേ, കൈലാസം പോലും ഇവിടമല്ലേ. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെടുകയോ പുനഃപ്രതിഷ്ഠ നടത്തപ്പെടുകയോ ചെയ്ത 108 ശിവാലയങ്ങളിൽ ഒന്നാണിത് എന്ന വിശ്വാസവും ഈ ക്ഷേത്രത്തിനുണ്ട്. ഏതായാലും 1915 ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനം നടന്നതായി രേഖകളിൽ കാണുന്നു. അഘോര ശിവന്റെ ക്ഷേത്രത്തിന് ഇരുവശവുമായി മറ്റു ക്ഷേത്രങ്ങൾ നിലവിൽ വന്നത് ഈ കാലത്താണ്. മംഗളരൂപനെ തിങ്കൾ കലാധര ഇന്ദുമുഖേശ്വര കൈ തൊഴുന്നേ. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് അവസാനിക്കുന്ന തരത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടുത്തെ വിശേഷം. ഏതാണ്ട് 6-7 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ ഏറ്റവും വിപുലമായ ഉത്സവമാണിത് എന്ന് പറയാം. 4 കരക്കാരും ക്ഷേത്രോപദേശക സമിതിയും ആണ് ഉത്സവത്തിന്റെ സംഘാടകർ. 7-ാം ദിവസം സേവ എന്ന ചടങ്ങാണ്. ഈ ദേശക്കാരെ മുഴുവൻ കാണാൻ വേണ്ടി ഭഗവാൻ എഴുന്നള്ളി നിൽക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് സേവ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 9-ാം ഉത്സവത്തിന് ഭഗവാൻ വേട്ടയ്ക്ക് പോകുന്നത് ഇടവാൽക്കരയിലേക്കാണ്. അവിടെ വേട്ട മൃഗവുമായി തിരിച്ചു വന്ന് ഭഗവാൻ വിശ്രമിക്കുകയും 10-ാം തിരുവുത്സവ ദിവസം ധനുത്തിരുവാതിരയിൽ ദേവൻ ആർദ്ര ദർശനം കണ്ടുണർന്ന് തിരുവാതിര കളി ഈ നമ്മുടെ മുറ്റത്ത് തന്നെ നടത്താറുണ്ട്. അത് കഴിഞ്ഞ് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ തിരുനാൾ സദ്യയാണ്. ഏതാണ്ട് 10,000-ൽ പരം ആൾക്കാർ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് രാവിലെ 8:30 മുതൽ വൈകുന്നേരം 3:30 വരെ നീണ്ടുപോകും.
തിരുനാൾ സദ്യ കഴിഞ്ഞാൽ ദേവൻ ആറാട്ടിനായി പോകും. കലവറക്കരയിൽ നെയ്യാറിൻ തീരത്ത് മണ്ഡപത്തിൻ കടവിലാണ് ആറാട്ട്. ആറാട്ട് കഴിഞ്ഞാൽ കുന്നിൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്താണ്. അവിടെ കുടികൊള്ളുന്ന തന്റെ മകനായ സുബ്രഹ്മണ്യനെ ദർശിച്ച് ക്ഷേത്രത്തിൽ മടങ്ങിയെത്തുന്നതോടെ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ അവസാനിക്കുന്നു. ഗംഗതലോടും പിങ്കളജടയും തിങ്കൾ കലതൻ പ്രഭയും ഗംഗതലോടും പിങ്കളജടയും തിങ്കൾ കലതൻ പ്രഭയും. ഗണപതി, ശാസ്താവ്, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതമാർ. വട്ടശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി കുടികൊള്ളുന്ന ദേവന്മാർക്ക് സ്തുതി പാടിക്കൊണ്ട് പിന്നിലൂടെ ചിറ്റാർ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ശംഭോ ശിവ ശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. സകല ദേവീദേവന്മാരും ഉത്സവകാലത്ത് ഇവിടെ ദർശനം നടത്തുന്നു എന്ന വിശ്വാസം നിലനിൽക്കുന്നതിനാലും വൈക്കം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന പുണ്യം ഈ ഒറ്റ ക്ഷേത്ര ദർശനത്താൽ സിദ്ധിക്കും എന്ന് കരുതപ്പെടുന്നതിനാലും 3 കൊടിയേറ്റങ്ങൾ ഒരേ സമയം കാണാമെന്നതിനാലും ഇവിടുത്തെ ഉത്സവകാലം ഭക്തജന തിരക്കിന്റെ കാലമാണ്. നാടിനു മംഗളമരുളിക്കൊണ്ട് കുടികൊള്ളുന്ന ഒറ്റശേഖരമംഗലത്തെ അഘോര ശിവൻ ഈ ക്ഷേത്ര ചരിത്രവും ഐതിഹ്യവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ സുമനസ്സുകൾക്കും മംഗളമരുളട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശിവ ശംഭോ സ്വയംഭോ